യാത്രയുടെ 4ാം ദിവസമാണെന്ന്. ഞാനിപ്പോൾ നാഗ്പൂരിനടുത്തുള്ള ഹിങ്കൻഘട്ടി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. ഹിങ്കൻഘാട്ട് എന്നുള്ളൊരു ചെറിയൊരു വില്ലേജാണ്. ഇവിടെ ഇന്നലെ ഫുള്ള് മഴയത്തൊരു സ്റ്റക്കായിട്ട് വന്ന് നിന്ന കഥ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഡേ 3 അപ്പോൾ ഡേ 2ഉം 3ഉം ഭയങ്കര അഡ്വഞ്ചറായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഏതാണെങ്കിലും ചെറിയ മേലുവേദനയൊക്കെ ഉണ്ട്, അപ്പം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് ചെറിയ മെയിൻ്റനൻസ്, ചെറിയ റെസ്റ്റ് പരിപാടികളാണ് ഇന്നത്തെ നമ്മുടെ കലാ പരിപാടികൾ. कितने का पाना लगता है वो? 14 का. ഇന്ന് മുഴുവൻ ഗണേശ ചതുർത്ഥീൻ്റെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സമയം ഏകദേശം 8 മണിയാകുന്നു. അപ്പോൾ രാത്രി നേരത്തെ കിടന്നുറങ്ങി രാവിലെ ഒരു 2-2:30 ആകുമ്പോൾ എഴുന്നിട്ട് 3-3:15 ആകുമ്പോഴത്തേക്കും റോഡ് പിടിക്കാനാണ്, ഹൈവേ അടുത്ത് തന്നെയാണ്, ഹൈവേ പിടിക്കാനാണ് പരിപാടി. ഇപ്പോഴത്തെ പ്ലാൻ. നല്ല ഒച്ചപ്പാടും ബഹളമാണ്, ഒരു പിടിയും ഇല്ല. അപ്പോൾ മാസം അടുത്ത ദിവസം റോഡിൽ കാണുന്നവരെ ഞാൻ ഇറങ്ങുവാണേ. ഇവിടുന്ന് മഴയൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. നേരെ ഞാൻ റായ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം, ഛത്തീസ്ഗഡ്. സമയം ഇപ്പോൾ ഏകദേശം 3 മണിയാണ്, 4 മണിയാണ്. 3 മണിക്ക് എഴുന്നേറ്റ്, 2:45 എഴുന്നേറ്റ് 4 മണിയാകുമ്പോൾ ഇവിടുന്ന് പോവാണ്. ഇത് ഹിങ്കൻഘട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ 1330 കിലോമീറ്റർ കവർ ചെയ്ത് ഇവിടെ എത്തി. മഴ കാരണം ഇവിടെ നിൽക്കുന്നു. ഡേ 4 കഴിഞ്ഞു, റെസ്റ്റ് റൈഡൊന്നും ഇല്ലാതെ. ഡേ 5, 5-ാം ദിവസം, റൂട്ടിലെ 5-ാം ദിവസത്തിലേക്ക്. വണ്ടി വാമപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഇട്ടേക്കാണ്. രാവിലെ തന്നെ നേരത്തെ നല്ല വിശക്കുന്നുണ്ട്. എന്നാലും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഹൈവേയിൽ മാക്സിമം സ്പീഡ് പിടിച്ച് റായ്പൂർ എത്താനുള്ള പരിപാടിയാണ്. രാവിലെ ഹൈവേ എല്ലാം ഫുള്ള് ഫ്രീ ആയിരിക്കുമല്ലോ. വണ്ടിയെല്ലാം പാക്ക് ചെയ്ത് അവൾ സെറ്റാണ്. കൊഹിനൂർ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഇവിടെ നിന്നത്. വലിയ കുഴപ്പമില്ല, ഡീസൻ്റാണ്. പക്ഷേ അത്രയ്ക്ക് വലിയ സെറ്റപ്പുകളൊന്നുമില്ല. റൂമിന് കർട്ടനൊന്നുമില്ല. അതൊക്കെ ഒരു ട്രാവലറിൻ്റെ ജീവിതത്തിലെ നോർമൽ സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ റോഡിൽ കാണാം. केरला से है सर, केरला से है। हाँ जी, कहाँ जा रहे हैं? हम जा रहे हैं आसाम। आसाम जा रहे हैं? बाइक से? कितने लोग हैं? अकेले? कितने किलोमीटर रोज गाड़ी चलाते? कितना चलाते किलोमीटर? अभी तो 1300 किलोमीटर हो गया। यहाँ तक रोज का सर, सुबह से शाम तक। अभी ट्रैफिक के ऊपर है किलोमीटर। 500, 600, 700। वो कैमरा है, कैमरा है। I love it. Fuck yeah. ഒരു പുതിയ പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ഒരു ചെറിയ സംഭവം. നമ്മുടെ താക്കോലിന് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു.
ഇപ്പം അത് എപ്പോഴും തിരിയൊന്നുമില്ല. ഇപ്പം വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ലോക്ക് തുറക്കണ്ടേ, അതെ ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ട് താക്കോലിടണം. അത് കഴിഞ്ഞിട്ട് ലോക്ക് തുറന്നതിന് ശേഷം താക്കോൽ ഊരി മറിച്ചിട്ട് കഴിഞ്ഞാലാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ, ഇഗ്നിഷൻ ഓൺ ആവുള്ളൂ. അതിനി വൈകുന്നേരം എവിടെയെങ്കിലും പോയി സെറ്റായിട്ടൊന്ന് നോക്കണം, എന്താ ചെക്ക് ചെയ്യണം. ഒരു സ്പെയർ കീയും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ റൈഡാണ്. രാവിലെ തന്നെ നല്ല തണുപ്പും നല്ല തണുപ്പും നല്ല മഞ്ഞും, ചെറുതായിട്ട് മഞ്ഞും ഒക്കെ ആയിട്ട്. ഇവിടെ ഒരു കാടിൻ്റെ നടുവിൽ, ഇടയ്ക്ക് കാടാന്ന് തോന്നുന്നു. നല്ല നാഗ്പൂർ അങ്ങോട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്ഥലങ്ങളാണ് മുഴുവൻ. നല്ല രസമായിരുന്നു റൈഡ്. ശരിക്കും ഞാൻ പറഞ്ഞാൽ ഇന്നാണ് റൈഡ് ശരിക്കും തുടങ്ങിയത്. ഇന്ന് രാവിലെ തന്നെ റൈഡ് ചെയ്യുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ്, എനിക്ക് രാവിലെ എഴുന്നേറ്റ് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ രാത്രി നേരത്തെ വന്നുറങ്ങി, കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ഉറക്കം കിട്ടി. ഒച്ചപ്പാടൊന്നും വലിയ പ്രശ്നമാണ്. ഹെഡ്ഫോണും വെച്ച് പാട്ടും വെച്ച് കിടന്നുറങ്ങി. അപ്പോൾ അടിപൊളി. ട്രക്ക് ഡ്രൈവർമാരെല്ലാം ഒന്ന് രണ്ട് ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാവരും. ഒന്ന് രണ്ട് ആൾക്കാർ സൈഡൊക്കെ തന്നു, രസമായിരുന്നു. സൂപ്പർ. അപ്പോൾ ചെറിയൊരു ബ്രേക്ക്, അപ്പോൾ റോഡിൽ കാണാം. വലിയൊരു പ്രോഗ്രസ് ഉള്ളത് ഇപ്പോൾ വണ്ടിക്ക് സ്റ്റാൻഡിൽ, ഇന്നലെ ഞാൻ സ്റ്റാൻഡിൻ്റെ അത് റിപ്പയർ ചെയ്തായിരുന്നു. ഒരു നട്ടിട്ടായിരുന്നു സ്റ്റാൻഡിൻ്റെ നട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ വണ്ടി സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നിന്നോളും, ഉരുണ്ട് വീഴിയല്ല. അത് കാരണം വലിയ കുഴപ്പമില്ല. ട്രക്കന്മാർ നല്ല സ്പീഡിലാണ്. ആ അരിച്ചാക്ക് സൂപ്പർ. ആ ട്രക്ക് പോയത് നല്ല പോക്കായിരുന്നു. ഓണടിച്ച ആൾക്കാരൊക്കെ പേടിപ്പിച്ച് സൂപ്പറാണ്. ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു ഫീല് വരുന്നുണ്ട്. ബത്തേരി പുൽപ്പള്ളി റോഡ്, ആ ഒരു ഫീല് വരുന്നുണ്ട്. വളമൊക്കെ ഉണ്ട്, നിറച്ച് ട്രക്കാണ്. നമ്മുടെ അവിടെ ട്രക്കില്ല. നോക്കട്ടെ. അയ്യാ കൊല്ലല്ലേ എൻ്റെ അളിയാ, എന്തോ ആടേ. ഫുള്ള് തണുപ്പുണ്ട്, നല്ല തണുത്ത റൈഡാണ്. വെയിൽ കൊണ്ട് എങ്കിലും നല്ല തണുപ്പുണ്ട്. സമയം ഏകദേശം 8 മണിയാകുന്നു. വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പാണ്. തണുത്തിട്ട് മരയ്ക്കുന്നുണ്ട്, രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നു. ഒരു കാട്ടിനുള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. സെറ്റപ്പേ അടി സെറ്റപ്പേ. Kerala. Okay. You are in India too? Yeah, I'm going to northeast. Okay. I'm actually also a biker. Uh-huh. I used to go to Ladakh every year. Uh-huh. So Nice. I saw you and just recognized. I went to Ladakh on 2016. Okay. From 7 years I'm going. 7 years? Yes. Every year? It's very rare to see a biker in here. Yeah, I never seen anybody. What's your name? Abhishek Chakravarti. Abhishek Chakravarti, this one. I'll see you. Abhishek Chakravarti. വശ്യസുന്ദരവും ദൃശ്യമനോഹരവുമായ ഛത്തീസ്ഗഡിൻ്റെ ഉള്ളറകളിൽ കൂടിയുള്ള വഴികൾ ഒരു രക്ഷയില്ല. രണ്ട് സൈഡിലെ നെല്ല്, അയ്യോ ഫ്ലാറ്റാണ് ഇവിടുത്തെ ലാൻഡ് ടോപ്പോഗ്രഫി. നമ്മുടെ നാട്ടിലൊരു ഫീലൊക്കെ വരുന്നുണ്ട്. പക്ഷേ
നിറച്ച് മരങ്ങളുണ്ട്, രണ്ട് സൈഡിലും വയലുകളാണ്. കാണിച്ചുതരാം. ഇപ്പോൾ ഇത് വയലാണ്, ഇതിനപ്പുറം ഇതിൻ്റെ ഇപ്പുറവും വയലാണ്. അതങ്ങനെ നീണ്ടു കിടക്കണം, ഇങ്ങനെ കിടക്കുകയാണ് ലാൻഡ് മുഴുവൻ. പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ മൊത്തം പശുക്കളാണ് റോട്ടിൽ. പശുവും ചാണകവും മാത്രമേ ഈ നാട്ടിലുള്ളെന്ന് തോന്നുന്നു. ഫുള്ള് ചാണകത്തേക്ക് കാലിലൊക്കെ ചാണകമായിരുന്നു. ആൾക്കാരും ഹെൽമെറ്റ് വെക്കാറില്ല. ഒരു മനുഷ്യനെ പോലും ഞാൻ രണ്ടാൾക്കാരെ കണ്ടിട്ടോ ഹെൽമെറ്റ് വെച്ചോ. ഇനി ഡെസ്റ്റിനേഷനിലേക്ക് ഇന്ന് റായ്പൂരൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഡെസ്റ്റിനേഷൻ. റായ്പൂരൊക്കെ പണ്ടേ കഴിഞ്ഞു. നല്ല റോഡായിരുന്നു, പറിച്ചുവിട്ടിങ്ങ് പോന്നു. ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് 6 മണിക്കൂർ 1 മിനിറ്റ് ടു ഡെസ്റ്റിനേഷൻ. ഒരു ചങ്ങായിയുണ്ട്, ചങ്ങായിനെ ഞാൻ കാശ്മീർ വെച്ച് പരിചയപ്പെട്ടാണ്. ഛത്തീസ്ഗഡിലെ എൻ്റെ ആകെ ഒരു ചങ്ങായിയാണ്. പുള്ളീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. സ്ഥലപ്പേര് ഖർഗോഡ, ലൈലുങ്ക, ബാഗ് ബഹാർ. അപ്പോൾ റോട്ടിൽ കാണാം. ഛത്തീസ്ഗഡിലെ ഏതോ ഒരു ഗ്രാമത്തിലെ ഏതോ ഒരു സ്ഥലത്താണ് ഞാനിപ്പം. സമയം ഏകദേശം 4 മണിയായി. ഏകദേശം 12 മണിക്കൂറോളം ഇന്ന് റൈഡ് ചെയ്തു. സൂപ്പറായിരുന്നു ഇന്നത്തെ റൈഡ്. നല്ല ഹാപ്പി റൈഡായിരുന്നു. നോ സീൻ, നോ പ്രോബ്ലംസ്. ലഞ്ചായിട്ട് ഉച്ചയ്ക്ക് 4 വടയും, വടാന്ന് പേര് പറയുന്ന ചെറിയൊരു പരിപ്പോട പോലത്തെ സംഭവം, പിന്നെ സമൂസയും ഒക്കെ അടിച്ചു. 30 രൂപ. 2 ചായ, 2 സമൂസ, 4 വടായി. സൂപ്പറായിരുന്നു. ഈ റൂട്ട് മുഴുവൻ ആകെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രക്കുകൾ ഭയങ്കര കൂടുതലാണ്. ഫുള്ള് ട്രക്കാണ് ഈ റൂട്ട് മുഴുവൻ. അപ്പം പൊടിയുണ്ട് ഇടയ്ക്ക്. റോഡ് നല്ലതാണ്, ഒരു സീനുമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രദേശങ്ങളിൽ ഒരു 100 മീറ്റർ 200 മീറ്റർ പൊടിയുണ്ട്. ഫുള്ള് പൊടിയാണ്. പൊടിക്കകത്തൂടെ റൈഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒന്നും കാണുന്നില്ലായിരുന്നു ഫ്രണ്ട്. അപ്പോൾ പിന്നെ പയ്യെ ട്രക്കിൻ്റെ പുറകെ പോകണം. കട്ടറിലൊക്കെ 2-3 പ്രാവശ്യം പടപടമൊന്നും ചാടിയിട്ടുണ്ട്. സീനൊന്നുമില്ല, വണ്ടി അടിപൊളിയായിട്ട് നിൽക്കുന്നു. ചെയിന് മാത്രം ഇച്ചിരി ലൂസായി തോന്നുന്നു. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആക്ച്വലി പുതിയ ചെയിനാണ് ഇട്ടത്. ഈ ട്രിപ്പ് തുടങ്ങുന്നതിന് തന്നെ 12,000 കിലോമീറ്റർ ആകുന്നു. അപ്പോൾ 1000-1500 കിലോമീറ്റർ ഒന്ന് ടൈറ്റ് ചെയ്യണതാണ് പുതിയ ചെയിന്. അടുത്ത എവിടെയെങ്കിലും ഒരു ഹോണ്ടൻ്റെ എവിടെയോ അല്ലെങ്കിൽ ലോക്കൽ മെക്കാനിക്കെല്ലാം ടൈറ്റ് തരും, സീനില്ല. പ്രദേശങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്, അടിപൊളി സംഭവമാണ്. ഇവിടെ കൊണ്ട് ബൈക്ക് വെച്ചാലും ആൾക്കാർ വട്ടം കൂടി ഫുള്ള് നോട്ടമാണ്. ഫുൾ ലോക്കൽ സെലിബ്രിറ്റി പോലെയാണ് ഇവിടുത്തെ. ആൾക്കാരും കണ്ടിട്ടില്ല. ഇപ്പോൾ സംഭവം കാണിച്ചു തരാം. ഇതാണ് ഞാൻ നിർത്തിയേക്കുന്ന സ്ഥലം. സൂപ്പർ സ്ഥലമാണ്. നല്ല ആംബിയൻസ്, നല്ല രസം. വൈകുന്നേരം ചില്ലടിക്കാൻ ഇവിടെ ഒരു ടെൻ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ സൂപ്പറാണ്. അടിപൊളി. കറണ്ട് കമ്പാണ്. കറണ്ട് കമ്പിൻ്റെ അടിയിൽ ടെൻ്റ് അടിച്ചാൽ പണി കിട്ടും. അപ്പോൾ ഇനി ക്യാമറ ഇരിക്കവിടെ ഇനി എത്തടാ. അപ്പോൾ റോട്ടിൽ കാണാം. സുലാൻ. ഞാനിപ്പം ജസ്റ്റ് പെട്രോൾ ഫില്ല് ചെയ്യാൻ നോക്കുമ്പം അതിൻ്റെ അടപ്പ് താഴെ ചാടിപ്പോയി. അന്നേരം അതിൻ്റെ ലോക്ക് വർക്കാകുന്നില്ല. മണ്ണ് കയറി ഇതിനകത്ത്. ഇത് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ. കത്തിയും കൊണ്ട് ക്ലീൻ ചെയ്ത് ഉള്ളിലെ മണ്ണൊക്കെ എടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്.
ചില പെട്രോളും കൂടെ ഒഴിച്ചത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തത്. എങ്ങാനും ഒരു തുള്ളി ഡേർട്ട് എങ്ങാനും ഉള്ളിപ്പോയി, ഒരു തരി ഉള്ളിപ്പോയി, ഫ്യൂൽ ഇഞ്ചക്ടർ എങ്ങാനും ജാമായത് പണി മിൽക്ക് വാട്ടറിലായിരിക്കും. നോക്കാം, ഇവിടെ പെട്രോളിന് വില കുറവാട്ടോ. അങ്ങനെ 5-ാം ദിവസം സമാപനം. ഛത്തീസ്ഗഡിലെ കൻസാബൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഒരു തപസ്യ എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഞാനുള്ളത്. 300 രൂപയ്ക്ക് റൂം കിട്ടി. കുഴപ്പമില്ല, വലിയ ബെഡൊക്കെ ഉണ്ട്, റൂം കിട്ടിയത് മതി. വെറുതെ എന്തിനാണ് ബഡ്ജറ്റ് കൂട്ടുന്നത്? ഓൾറെഡി പെട്രോള് മോദിയാണ് നല്ല പണി വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 90 രൂപ, ഛത്തീസ്ഗഡ് ബോർഡറിൽ വന്നപ്പം 82.96, കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ 83.50. അങ്ങനെയൊന്നും പെട്രോളിൻ്റെ വിലകൾ. അപ്പം ഒറ്റ ടാങ്ക് ഒറ്റ പ്രാവശ്യം അടിക്കുമ്പോഴത്തേനും 100 രൂപ ഡിഫറൻസ് വരുന്നുണ്ട് മഹാരാഷ്ട്രയും ഇവിടെ ഛത്തീസ്ഗഡായിട്ട്. അപ്പോൾ ഇപ്പം രാത്രി ഏകദേശം 9-9:30 ഞാൻ എത്തി. ഇപ്പോൾ സമയം 10 മണിയായി. വരുന്ന വഴിക്ക് ഫുള്ള് കൂടും കാടായിരുന്നു. കാട്ടിക്കൂടുള്ള ഫുള്ള് റൈഡ്, റോഡെല്ലാം ഫുള്ള് പോയി കിടക്കുകയാണ് ഈ സ്ഥലത്തേക്കുള്ള. അപ്പം പരിചയപ്പെടാൻ വന്ന എൻ്റെ ഒരു ചങ്ങായിയുണ്ട്. ചങ്ങായിനെ ഞാൻ കശ്മീർ വെച്ച് പരിചയപ്പെടുകയാണ്. നാളെ പുള്ളീനെ പരിചയപ്പെടുത്താം. നാളെ പുള്ളി വരുന്നുണ്ട് മീറ്റ് ചെയ്യാൻ. പുള്ളിൻ്റെ വീട് ഇവിടെ അടുത്തെവിടെയോ ആണ്. പുള്ളിക്ക് അപ്പാച്ച 310RR ഇപ്പോൾ ഇടയ്ക്ക് എടുത്തിട്ടുണ്ട്. പുള്ളി ജിക്സർ 150 എടുത്തിട്ടായിരുന്നു നമ്മുടെ കശ്മീർ വന്നത്. അപ്പോഴാണ് പുള്ളിനെ കണ്ടത്. അപ്പോൾ കൊടുങ്കാട്, അപ്പം വന്ന വഴി കൊടുങ്കാട്, ഇടയ്ക്ക് വീട്, ഇടയ്ക്ക് ആൾക്കാർ വരും, ഇടയ്ക്ക് വണ്ടികളുണ്ടാവും, ഇടയ്ക്ക് ഒന്നും ഉണ്ടാവില്ല, ഇടയ്ക്ക് റോഡുണ്ടാവും, ഇടയ്ക്ക് റോഡുണ്ടാവില്ല, ഇടയ്ക്ക് ഹൈവേ, ഇടയ്ക്ക് ഫുള്ള് ഗ്രാവലുള്ള റോഡ്, ആകെപ്പാടെ കച്ചറ കുച്ചറ. പക്ഷേ ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്. മാവോയിസ്റ്റുകളെ കാണാൻ വേണ്ടി ഛത്തീസ്ഗഡ് വന്ന ഞാനാന്ന് തോന്നുന്നു ഇവിടുത്തെ മാവോയിസ്റ്റ്. ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലി. എനിക്ക് ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. വളരെ ഫ്രണ്ട്ലി ആയിട്ട് വർത്തമാനം പറഞ്ഞു. കണ്ടു നല്ല മീശയൊക്കെ ഒരു ഭീകരന്മാരെ പോലെ ഇരിക്കും, പക്ഷേ നല്ല ഒത്തിരി കാര്യമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല സെറ്റപ്പായിട്ട് കുറേ ആൾക്കാർ വർത്തമാനമൊക്കെ പറഞ്ഞു. നന്നായിട്ട് പോണേ അങ്ങോട്ട്. ഒരു ചായയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി. ഇവിടെ അടുത്ത് വന്ന് ഒരു ബ്രെഡ് ഓംലെറ്റും കഴിച്ച് ഒരു ചായയും കുടിച്ചു. ചായ ഫ്രീ. ആ കഥകളൊക്കെ ഇടുമ്പോൾ ആൾക്കാരിങ്ങനെ വണ്ടറടിച്ച് വയ്ക്കുക. എവിടെ വണ്ടി വെച്ചാലും നിറച്ച ആൾക്കാരൊക്കെ കൂടി ഭയങ്കര സംഭവം. ഇന്നത്തെ റൈഡ് അടിപൊളിയായിരുന്നു. 17 മണിക്കൂർ ഏകദേശം റൈഡ് ചെയ്തു. ഏകദേശം 700 കിലോമീറ്റർ കവർ ചെയ്തു. ഇങ്ങനെ കട്ടിയിൽ നിന്ന് നാഗ്പൂരിൽ നിന്ന് ഇവിടം വരെ. ഭയങ്കര ഒച്ചപ്പാടുണ്ട് പുറത്ത്. ഓക്കെ, അപ്പോൾ എനിവേസ് റോഡിൽ കാണാം. സോലാൻ. അതേടാ, നെഞ്ചത്തോട്ട് കയറി വാടാ.